ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് മാനിക്യൂർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് എൻ്റെ കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ. സാധാരണ എല്ലാവരെയും പോലെ തന്നെ വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യുന്ന രണ്ട് കൈകൾ. അപ്പോൾ ആദ്യം തന്നെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മിക്കപ്പോഴും നെയിൽ പോളിഷ് ഉണ്ടാവാറുണ്ട്. നെയിൽ ആർട്ടും നെയിൽ പോളിഷ് ഇടുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. മാനിക്യൂർ ചെയ്യാൻ നമുക്ക് പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മാനിക്യൂർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കൈകളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, നഖം നന്നായിട്ട് വളരുന്നില്ല, നീളം വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു, പൊളിഞ്ഞു പോകുന്നു എന്നൊക്കെ. അതൊക്കെ മാറി നന്നായിട്ട് നഖം വളരാനും മാനിക്യൂർ നല്ലതാണ്. പിന്നെ കൈകൾ സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി മാനിക്യൂറിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. കൈകൾ മുക്കി വയ്ക്കാൻ പാകത്തിന് ചൂടുള്ള വെള്ളമാണ്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷാമ്പു കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാമ്പു ആണ്. ഫ്രിസി ആയിട്ടുള്ള ഹെയറിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബാത്ത് സോൾട്ടാണ്. ഇത് നല്ലൊരു റിലാക്സിങ് ഏജൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ മാറ്റാനും ബാത്ത് സോൾട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതിൽ ബാത്ത് സോൾട്ട് തന്നെ വേണം നിർബന്ധമില്ല. നിങ്ങൾക്ക് കല്ലുപ്പ് ചേർത്താലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കൈകൾ ഇതിനകത്ത് മുക്കി വയ്ക്കാം. ഇത് നല്ലൊരു ഫ്രീ ടൈമാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി സീൻസ് എന്തെങ്കിലും കാണാം. ഇതൊന്നും അല്ലെങ്കിൽ നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്ത് നമ്മുടെ ബോഡീനെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കാം. ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നെയിൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നഖത്തിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. കയ്യിലെയും കാലിലെയും നെയിൽസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു പഴയ ടൂത്ത് ബ്രഷാണ്. ഇനി കൈകൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ നഖത്തിലധികം ക്യൂട്ടിക്കിൾസ് അങ്ങനെ വിസിബിൾ അല്ല. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ക്യൂട്ടിക്കിൾസിനൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ നെയിൽ ഗ്രൂമിങ് കിറ്റിൻ്റെ ഒരു ടൂൾ വെച്ചിട്ട് നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്കോ അല്ലെങ്കിൽ ഡെഡ് സെൽസോ എന്തെങ്കിലും അടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് ശേഷം നഖം വെട്ടിക്കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ അധികം നഖം വെട്ടുന്നില്ല, കാരണം അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് എപ്പോഴും ലെങ്ത്ത് വെക്കുമ്പോൾ ഇത്രയൊക്കെ ഞാൻ വെക്കാറുള്ളൂ, അതിന് കൂടുതൽ വെക്കാറില്ല. പക്ഷേ വലത്തെ കൈയിൽ ഞാൻ അങ്ങനെ ഒട്ടും നഖം വളർത്താൻ പ്രിഫർ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലത്തെ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴാണെങ്കിലും അത്ര കംഫർട്ട് ആയിരിക്കില്ല. പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത് ഈ കൈ വെച്ചിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നഖം വലത്തെ കൈയിൽ മാത്രം വെട്ടുന്നുള്ളൂ. അതിന് ശേഷം ഒരു നെയിൽ ഫയൽ വെച്ചിട്ട് ഒന്ന് അറ്റമൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഷാർപ്പ് എഡ്ജസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മിനുസപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കൈകളൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട്, കൈകളും നഖങ്ങളും. അതിനായിട്ട് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച വാട്ടറിൽ അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊണ്ട് ഞാൻ കളഞ്ഞില്ല. ആ തൊണ്ടിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് തേനും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്നത്. ഈ ഷുഗറും ഹണിയും നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. അപ്പോൾ നമ്മുടെ കൈകളിൽ അടിഞ്ഞിട്ടുള്ള ഡെഡ് സ്കിൻ ഒക്കെ മാറാനും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ കരിവാളിപ്പൊക്കെ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും. പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുമ്പോൾ സ്ക്രബിങ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒഴിവാക്കരുത്. പക്ഷേ അതിന് പഞ്ചസാരയും തേനും തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രബിങ് ഇഫക്റ്റുള്ള ഏത് നാച്ചുറൽ പ്രൊഡക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രൈഡൽ ലുപ്തൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ 1-2 ക്യൂബ്സ് എടുത്തിട്ട് കൈകൾ നന്നായിട്ട് മസാജ് ചെയ്താലും മതിയാകും. അത് നല്ലൊരു സ്കിൻ ലൈറ്റനിങ് ഏജൻറ്റാണ്. അതുപോലെ തന്നെ ഡെഡ് സെൽസൊക്കെ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യും. കൈകളൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഫ്രഷ് അലോവേരയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2-3 ഡ്രോപ്സ് ബയോ ഓയിൽ ചേർക്കുന്നുണ്ട്. ബയോ ഓയിലല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണ് അവൈലബിൾ അത് ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, ബദാം ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും കയ്യിലുള്ളതിനനുസരിച്ചിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇത് 2 കൈയിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉണ്ടാവണം എന്നില്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലിൽ 1-2 തുള്ളി ഓയിൽ ചേർത്തിട്ട്
കൈകൾ മസാജ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു 20 മിനിറ്റ് മുമ്പ് കുറച്ച് വെള്ളത്തിൽ അത് മുറിച്ചിടണം. അല്ലാന്നുണ്ടെങ്കിൽ കൈകൾക്ക് ചൊറിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. മസാജ് ചെയ്തതിന് ശേഷം കൈകളൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചു. അതിനുശേഷം ഫൈനലായിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പെഡിക്യൂർ ആണെങ്കിലും മാനിക്യൂർ ആണെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂറൊക്കെ മിനിമം കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മുടെ നെയിൽസിന് ബ്രീത്ത് ചെയ്യാനൊരു സമയം കൊടുക്കണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നെയിൽ പോളിഷ് ഇടുന്നതിൽ ഫസ്റ്റ് ബേസ് കോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നെയിൽ പോളിഷിൻ്റെയും ഒപ്പം ബേസ് കോട്ട് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അതിന് ശേഷമാണ് കളർ കോട്ട് ഇട്ട് കൊടുക്കുന്നത്. കളർ കോട്ട് ഞാനിവിടെ റെഡാണ് യൂസ് ചെയ്യുന്നത്. അത് 2 കോട്ട് വീതമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് 2 കൈകളിലും. അപ്പോൾ നമ്മുടെ മാനിക്യൂർ ഏകദേശം പൂർത്തിയായി. നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ച് ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ ഇതുപോലെ വീട്ടിൽ തന്നെ മാനിക്യൂർ ചെയ്യുന്നത് നമ്മുടെ കൈകളൊക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യും. അവസാനമായിട്ട് കുറച്ച് നെയിൽ പോളിഷ് റിമൂവർ ഒരു ബഡിലെടുത്തിട്ട് നഖത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ളതൊന്ന് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ഇത് ശരിക്കും ഓപ്ഷണലാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത് കമൻറ്റ് വഴി അറിയിക്കാനും മറക്കണ്ട. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.